നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ചിതറ കാഴറക്കുന്നിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത വ്യാജമെന്ന് BJP നേതാക്കൾ. ചിതറ കാരറക്കളിയിൽ വീട്ടിൽ 30 വയസ്സുള്ള സുജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യുവാവിനെ BJP പ്രവർത്തകർ കുത്തിക്കൊന്നു എന്ന തരത്തിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്തയിന്മേലാണ് BJP പത്രസമ്മേളനം നടത്തിയത്. കൊല്ലം ജില്ലയിൽ ചിതറ പഞ്ചായത്തിൽ കാറ ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തെ തുടർന്നാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. കൊലപാതകത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കുറ്റവാളികളെ പോലീസ് പിടിക്കുകയും അവരുമായി കഞ്ചാവ് മാഫിയകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കൊലപാതകം ചെയ്ത വ്യക്തികൾ BJP പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ വന്ന പത്രവാർത്തയെ തുടർന്നാണ് ഈ ഒരു വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ പത്രവാർത്ത തികച്ചും തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന ഒരു വാർത്തയാണ്. അതിനെ തുടർന്ന് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് അർലി. ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മടത്തറ മേഖലയിലെ കാരറയിൽ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ചില വിഷയങ്ങളുടെ പേരിൽ യുവാവ് കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദുഃഖവും നടുക്കവും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാഥമിക അന്വേഷണം തന്നെ പ്രതികളെ കണ്ടെത്തുകയും പോലീസ് ആ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ദിനപത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അവഹേളിക്കുന്ന രീതിയിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനിയെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രാദേശിക CPM നേതാക്കൾ നൽകുന്ന നുണകൾ വാർത്തകളായി പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവമുള്ളൊരു ദിനപത്രം. ആ പത്രം നടത്തുന്ന ഈ വാർത്തകളുടെ ഈ പ്രചരണങ്ങളെ സാധാരണഗതിക്ക് ജനങ്ങൾ തള്ളിക്കളയാറുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളോട് അറിയിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം. ദേശാഭിമാനി പത്രം ആരോപിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ട് എന്നാണ്. പോലീസിന്റെ അന്വേഷണത്തിലോ അവിടുത്തെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ ആർക്കും തോന്നാത്തൊരു സംശയം ദേശാഭിമാനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദേശാഭിമാനി പത്രത്തിന്റെ ലേഖകൻ അദ്ദേഹം വളരെ ബോധപൂർവം ഇത്തരം വാർത്തകൾ മുൻപ് നൽകുന്നതാണ്. നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇന്നിപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് വാർത്തകൾ. കടയ്ക്കൽ ചിതറ മേഖലകളിൽ ധാരാളം രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുള്ള പ്രദേശമാണ്. ഈ അടുത്ത് തന്നെ കടയ്ക്കൽ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന BJPയുടെ നേതാവ് കൊല്ലപ്പെട്ടിരുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. ആ വിഷയത്തിലൊക്കെ CPMന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പ്രതികളാവുകയും അവരിൽ പലരും കേസന്വേഷണത്തിന്റെ ഭാഗമായി നിയമ നടപടി നേരിടുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന CPM നേതൃത്വം അവർ ദേശാഭിമാനി പോലെയുള്ള ഒരു 4-കിട പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ പടച്ചുവിടുകയാണ്. നമ്മുടെ മേഖലയിലെ ചിതറ കടക്കൽ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാനും തികച്ചും മോശമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ദേശാഭിമാനിയും CPM നേതാക്കളും ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത്. ദേശാഭിമാനി ലേഖകന് ഏത് വാർത്തയും കൊടുക്കാനുള്ള അവകാശമുണ്ട്. അയാളുടെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം വെച്ചുകൊണ്ട് അയാൾക്ക് BJP എതിർക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു കേസിൻ്റെ നടപടിയുടെ പ്രാഥമിക നടപടികളുടെ അന്വേഷണ നടപടികൾ നടക്കുന്ന സമയത്ത് തികച്ചും ദുരുദ്ദേശപരമായി തെറ്റിദ്ധാരണ പരത്തുന്ന ഈ വാർത്ത നൽകിയത് പ്രതിഷേധാർഹമാണ്. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമ നടപടി സ്വീകരിക്കും. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ദേശാഭിമാനി പത്രത്തിന്റെ വാർത്തയ്ക്ക് മറുപടി നൽകുക എന്നുള്ള ഒരു താല്പര്യമല്ല ഞങ്ങൾക്കുള്ളത്. BJPയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം യാതൊരു തരത്തിലും ഉണ്ടായി. ഇതൊരു രാഷ്ട്രീയ സംഘടനമോ രാഷ്ട്രീയ വിഷയത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള കൊലപാതകമില്ല. അപ്പോൾ അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വലിച്ചിഴയ്ക്കാനുള്ള ദേശാഭിമാനിയുടെയും പ്രാദേശിക CPM നേതാക്കളുടെ ശ്രമത്തെ വളരെ ശക്തമായി അപലപിക്കുകയാണ്. അതിൽ നിയമപരമായ നടപടികൾ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. രാഷ്ട്രീയ പ്രചരണ ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് മാധ്യമങ്ങളോട് അറിയിക്കുന്നത്. ഈ കൊലപാതകത്തിൽ വളരെ ദുഃഖമുണ്ട്. അക്കാര്യത്തിൽ കൊലപ്പെട്ട വീട്ടുകാരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. അവർക്ക് തീർച്ചയായും നീതി ലഭ്യമാകണം. അതിനുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകണം.
അത്തരം നടപടികൾ നടത്തേണ്ട സമയത്ത് ഈ കേസന്വേഷണത്തിൽ തന്നെ വഴിതിരിച്ചു വിടാൻ തരത്തിലുള്ള ഇത്തരം തെറ്റായ ബോധപൂർവമായ പരിശ്രമങ്ങളിൽ നിന്ന് ദേശാഭിമാനിയും CPM ഒക്കെ വിട്ടു നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഈ അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിഷയം നടന്നതാണ്. അതിൻ്റെ ഒരു മുൻവൈരാഗ്യമാണ് ഈ മരണപ്പെട്ട കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അത് BJPയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തന്നെയാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ക്ഷേത്രത്തിൽ നടക്കുന്ന വിഷയങ്ങൾ എല്ലാം BJPയുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുന്നു. ക്ഷേത്രത്തിൽ നടക്കുന്നു എന്നുള്ളത് അത് BJP ബന്ധമുണ്ടെന്നുള്ളൊരു ധാരണ തെറ്റാണ്. ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ചില ആളുകൾ തമ്മിലാണ് വിഷയം ഉണ്ടായിട്ടുള്ളത്. അതടക്കമുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിലുണ്ടെന്ന് പ്രാഥമികമായി അറിയാൻ കഴിയും. മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ അതുപോലെ പോലീസ് അന്വേഷണ നടപടി എടുക്കേണ്ട കാര്യമാണ്. പ്രാഥമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണ ജനങ്ങൾക്ക് നിലവിലുണ്ട്. അപ്പോൾ ആ ധാരണയെ തിരുത്താൻ വേണ്ടിയിട്ടുള്ളത് തെറ്റായ പരിശ്രമമാണ് ഇല്ലാത്തൊരു പുതിയ വർഷം ഇതിനകത്ത് കൊണ്ടുവരികയാണ്. അതിന് അവർക്ക് തക്കതായ ഉദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട മാധ്യമവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് അതിനകത്ത് ഉദ്ദേശമുണ്ട്. ഈ മേഖലയിൽ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ കൊലപാതകം കണക്കിൽ രവീന്ദ്രനാഥിന്റെ കൊലപാതകം ഇത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അത്തരം ഒരു അന്തരീക്ഷത്തിൽ BJPക്കെതിരെ അങ്ങനെ വേറെ പുതിയ ആരോപണം കൊണ്ടുവരുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ടാവും. ഒരു ഇത് എന്ന് പറയുമ്പോൾ ഒരു ലഹരി കഴിച്ച സ്ഥലത്ത് ചോദ്യം ചെയ്യുന്നതിന് ഒരു ചെറുപ്പക്കാരനെ അവര് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയോ കുത്തിക്കൊലപ്പെടുത്തുകയോ ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ കാണുന്നത് അതിന്റെ ശക്തമായ നിയമനടപടികൾ പോലീസ് സ്വീകരിക്കണം. അതിനകത്ത് കൊലപ്പെട്ട ആൾക്കും അയാളുടെ വീട്ടുകാർക്കൊപ്പമാണ് BJP നിലകൊള്ളുന്നത്. ആ കൊലപാതകം തികച്ചും തെറ്റായ നടപടിയാണ്. അതിനെതിരെ ശക്തമായ നിയമ നടപടി പോലീസ് സ്വീകരിക്കണം എന്നുള്ളതാണ്. ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കൃത്യമായും ഭാരത് ജനതാ പാർട്ടിയുടെ അംഗങ്ങളാണ് ഇത് ചെയ്തത് എന്നുള്ളത് വ്യക്തമായി തീർത്തും അത് ആരോപണമാണ്. ദേശാഭിമാനിയുടെ ആരോപണം അല്ല, പത്രത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് കൊലപാതകത്തിൽ നിന്നാണ് ദേശാഭിമാനിയുടെ വാർത്തകൾ വന്നിട്ടുള്ളത്. പത്രം പരിശോധിച്ച് മനസ്സിലാവും. ആ വാർത്തക്കെതിരെയാണ് ഞങ്ങളുടെ ആ ഒരു മാധ്യമത്തിൽ മാത്രമേ അങ്ങനെ ആ ഒരു മാധ്യമം മാത്രമേ ആ മാധ്യമത്തിൽ അത് ആ ലേഖനത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യമാണ്. BJPയുടെ പ്രവർത്തകരാരും തന്നെ ഉൾപ്പെടുത്തി BJP പ്രവർത്തകരാരും ഇതിനകത്ത് പ്രതികളല്ല. BJP പ്രവർത്തകർക്ക് ഈ കൊലപാതകമായി ബന്ധമില്ല. BJP കൊലപാതകത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കുക അതിനോടൊപ്പം ചേർന്നിരിക്കാൻ തന്നെ എന്നല്ല ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഈ വിഷയം വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് BJPയെ അപകീർത്തിപ്പെടുത്തിയെന്നും ഇതിനെതിരെ BJP നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചു. BJP ചിതറ മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഉമേഷ് ബാബു, പുത്തയം ബിജു, മണ്ഡലം ജനറൽ സെക്രട്ടറി B അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു.